മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തെ കൊടുമുടി ഏതാണ്? ഉത്തരം അഗസ്ത്യാർകൂടം. ഏത് ജില്ലയിലാണ് അഗസ്ത്യാർകൂടം? ഉത്തരം തിരുവനന്തപുരം. അമ്പുകുത്തിമല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വയനാട്. പൈതൽമല എന്ന വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കണ്ണൂർ. ബാണാസുരമല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വയനാട്. ബ്രഹ്മഗിരി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വയനാട്. മലയോര സുഖവാസ കേന്ദ്രമായ വാഗമൺ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇടുക്കി. ഏത് ജില്ലയിലാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോട്ടയം. കോട്ടഞ്ചേരി മലകൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാസർഗോഡ്. നെല്ലിയാമ്പതി മലകൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പാലക്കാട്. പന്തല്ലൂർ മല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ഉത്തരം NH 544. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരം കണ്ണൂർ, കൂർഗ്. വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരം പാൽച്ചുരം. പേരിയ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരം മാനന്തവാടി, മൈസൂർ. നാടുകാണി ചുരം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം. കേരളത്തെയും നീലഗിരി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരം കർക്കൂർ ചുരം. വയനാട് ചുരം എന്ന പേരിലും അറിയപ്പെടുന്ന ചുരം ഏതാണ്? ഉത്തരം താമരശ്ശേരി ചുരം. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരം പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിൻ്റെ ശരാശരി വീതി എത്രയാണ്? ഉത്തരം 40 കിലോമീറ്റർ. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്ന ചുരം ഏതാണ്? ഉത്തരം ആര്യങ്കാവ് ചുരം. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ഉത്തരം NH 766. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം ഏത്? ഉത്തരം പാലക്കാട് ചുരം. പെരിയാറിൻ്റെ നീളം എത്രയാണ്? ഉത്തരം 244 കിലോമീറ്റർ.